നമസ്കാരം, സിറ്റി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അജിത് അരൂർ. പ്രധാന വാർത്തകൾ. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെതിരെ പ്രകോപിതനായി പിണറായി വിജയൻ. ദേശാഭിമാനി ഭൂമി വിൽപ്പന സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതിനെതിരെയാണ് പിണറായി പ്രകോപിതനായത്. EFL നിയമം ഉമ്മൻ വി ഉമ്മൻ സമിതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജില്ലാ സ്കൂൾ റവന്യൂ കലോത്സവത്തിന് വെണ്ണിക്കുളത്ത് തുടക്കമായി. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് വികസന സമിതിയുടെ പ്രത്യേക അവലോകന യോഗം നടന്നു. മകരവിളക്കിന് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സമിതി വിലയിരുത്തി. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ദേശാഭിമാനി ഭൂമി വിൽപ്പനയെ ന്യായീകരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. വിവാദ വ്യവസായിക്കല്ല ഭൂമി വിറ്റതെന്നും മാധ്യമങ്ങൾ അപവാദം പ്രചരിപ്പിക്കുകയാണെന്നും പിണറായി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെതിരെ പിണറായി പ്രകോപിതനായി. രൂക്ഷ വിമർശനമാണ് പിണറായി ഉന്നയിച്ചത്. വാർത്തകൾക്ക് തെളിവുണ്ടോ എന്നും പിണറായി ചോദിച്ചു. പാർട്ടിയുടെ അറിവോടെയാണ് ഭൂമി വിൽപ്പന നടത്തിയത്. വിവാദ വ്യവസായിക്കാണ് ഭൂമി വിറ്റതെന്ന മാധ്യമ വെളിപ്പെടുത്തലുകൾ പച്ചക്കള്ളമാണ്. ദേശാഭിമാനിയെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുവാൻ വാർത്ത പുറത്തുവിട്ട ചാനൽ ശ്രമിക്കുന്നതായും പിണറായി കുറ്റപ്പെടുത്തി. ഡാനിഷ് ചാക്കോ എന്ന ആൾക്കാണ് ഭൂമി വിറ്റത്. ഇത് പാർട്ടിയുടെ പൂർണ്ണ അറിവോടെയാണ്. ഭൂമി വാങ്ങിയ ആൾ അത് വെളിപ്പെടുത്തിയിട്ടുള്ളതുമാണ്. വാർത്ത പുറത്തുവിട്ട ചാനലിന്റെ താല്പര്യങ്ങൾ തനിക്ക് നല്ലതുപോലെ അറിയാമെന്നും പിണറായി പറഞ്ഞു. വിവാദ വ്യവസായിക്കാണ് ഭൂമി വിറ്റതെന്നുള്ളതിന് തെളിവുകൾ ഹാജരാക്കാൻ ചാനലിനെ പിണറായി വെല്ലുവിളിച്ചു. ദേശാഭിമാനിയെയും പാർട്ടിയെയും ജനങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. ഗൗരിയമ്മയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവനയിൽ കഴമ്പില്ലെന്നും ഓഫറുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞു നടക്കുമോ എന്നും CPM-ന് പുറത്തുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ പാർട്ടി ശ്രമിക്കുമോ എന്നും പിണറായി ചോദിച്ചു. EFL നിയമം ഉമ്മൻ വി ഉമ്മൻ സമിതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നിയമസഭയിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം വിശദീകരിച്ചത്. EFL നിയമം റദ്ദാക്കണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തത് വിവാദമായിരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആശങ്കകളും പ്രതിഷേധങ്ങളും ഉയർന്ന പശ്ചാത്തലത്തിലാണ് കസ്തൂരിരംഗൻ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന സർക്കാർ ഉമ്മൻ വി ഉമ്മന്റെ അധ്യക്ഷതയിൽ 3-അംഗ വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചിരുന്നത്. ഇതിനെതിരെ ഭരണ പ്രതിപക്ഷ MLA-മാർ രംഗത്തെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ വിശദീകരണം. ഈ പ്രദേശങ്ങളിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവരുമായി ചർച്ച നടത്തിയ ശേഷമേ ജനവാസ മേഖലയെന്നും വനമേഖലയെന്നും തരംതിരിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കസ്തൂരിരംഗൻ പ്രതിഷേധത്തിന്റെ പേരിൽ നിരപരാധികളെ പ്രതി ചേർക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ. അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്, കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വെൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വെൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെണ്ണിക്കുളത്ത് തുടക്കമായി. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. മഹാകവിയുടെ നാട്ടിൽ കലയുടെ മഹോത്സവത്തിന് തുടക്കമായി. പത്തനംതിട്ട ജില്ലാ സ്കൂൾ കലോത്സവത്തിന് വെണ്ണിക്കുളം സെന്റ് ബെഹനാൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു. രാവിലെ 9:30 കോമളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയോടെയാണ് കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. ബാൻഡ് മേളം, തനത് കലാരൂപങ്ങൾ എന്നിവ ഘോഷയാത്രയുടെ ഭാഗമായി.
ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ കുട്ടികൾ, അയൽക്കൂട്ടം പ്രവർത്തകർ എന്നിവർ ഘോഷയാത്രയിൽ അണിചേർന്നു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. എല്ലാ രംഗത്തും പോലെ തന്നെ കലയുടെ രംഗത്തും വ്യതിയാനം സംഭവിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഒരു മൂല്യച്യുതി വന്നിട്ടുണ്ട്, ഒരു ഡീവാലുവേഷൻ നടക്കുന്നുണ്ട്. അവിടെ മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നു, അവിടെ മാത്രമല്ല ആധ്യാത്മിക രംഗത്ത് നടക്കുന്നു, അതുപോലെ കലാരംഗത്തും ഒരു ഡീവാലുവേഷൻ നടന്നിട്ടുണ്ട്. കല അതിൻ്റെ ഉദാത്തമായ മേഖലയിൽ നിന്ന് വ്യതിചലിച്ച് കലാഭാസങ്ങളും കലയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇന്ന് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. കലയുടെ രംഗത്തും എല്ലാ രംഗങ്ങളിലെന്ന് പറയുന്ന പോലെ തന്നെ വ്യതിയാനം, ഡിസ്റ്റോർഷൻ അല്ല ഡീവാലുവേഷൻ നടക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് സമൂഹത്തിലെ എല്ലാ രംഗങ്ങളിലും ഇത് നടന്നിരിക്കുന്നു. കേരളം സാക്ഷരതയിൽ ഒന്നാമതാണെങ്കിലും സമൂഹത്തിൽ തിന്മകൾ വർദ്ധിച്ചു വരുന്നുണ്ടെന്നും ഉത്തമ കലാകാരന്മാരെ വാർത്തെടുക്കാൻ കലോത്സവങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കേരളത്തെ കുറിച്ച് പറയുമ്പോൾ കേരളം വിദ്യാസമ്പന്നം, ലിറ്ററസിയിൽ സാക്ഷരതയിൽ ഒന്നാമതാണ് എന്ന് പറയും. സാക്ഷരതയിൽ ഒന്നാമതാണ്. ഇൻഫന്റ് മോർട്ടാലിറ്റിയിൽ നമ്മൾ വളരെ താഴെയാണ്, വളരെ മെച്ചമാണ്. ശിശു മരണ നിരക്ക് കുറവ്, മാതൃമരണ നിരക്ക് കുറവ്. ഇതെല്ലാം കേരളത്തിൽ വളരെ സന്തോഷം നൽകുന്നതാണ്. എന്നാൽ അതേ സമയത്ത് ചില വലിയ പോരായ്മകൾ ഉണ്ട്. ലിറ്ററസി, സാക്ഷരത കൂടുതൽ, എന്നാൽ അതോടൊപ്പം ഉണ്ടാകേണ്ടതായ ഉന്നതമായ ധാർമ്മിക നിലവാരം കേരളത്തിൽ ഉണ്ടാകുന്നില്ല. സാമൂഹ്യ തിന്മകൾ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. മദ്യപാനം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. ആർഭാടം കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. വിവാഹ ധൂർത്ത് കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു. സ്വർണത്തിന്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിൽ. കലോത്സവത്തോടനുബന്ധിച്ച് പുറത്തിറക്കുന്ന സുവനീർ റിപ്ലിക്കയുടെ പ്രകാശനവും അദ്ദേഹം നിർവഹിച്ചു. കലാമത്സരങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത പിന്നണി ഗായിക ചന്ദ്രലേഖ നിർവഹിച്ചു. അഭിമാനത്തോടെ, സന്തോഷത്തോടെ, ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ഞാൻ നിൽക്കുന്നത്. വളരെ അഭിമാനത്തോടെ. അതിനപ്പുറമായിട്ട് എനിക്ക് ഇന്ന് ഇങ്ങനെ ഒരു വേദി കിട്ടിയത് PJ കുര്യൻ സാറിന്റെ, അദ്ദേഹത്തിനോടൊപ്പം ആ വേദിയിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ, ആ കസേരയിൽ അദ്ദേഹത്തിന് അടുത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വളരെ സന്തോഷവും വളരെ അഭിമാനവും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ അധ്യക്ഷത വഹിച്ചു. ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് റവന്യൂ ജില്ലാ കലോത്സവം വളരെ ആഹ്ലാദത്തോടുകൂടിയാണ് ജാതി മത വർഗ രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒന്നുചേർന്ന് ഈ കലോത്സവത്തെ ഈ ഗ്രാമത്തിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായും ഇന്നത്തെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി 15ഓളം സബ് കമ്മിറ്റികൾ വളരെ ഭംഗിയായി പ്രവർത്തിച്ചതിന്റെ ഒരു ഗുണമാണ് ഇവിടെ കാണുന്നത്. ആന്റോ ആന്റണി MP, വിദ്യാഭ്യാസ ഉപഡയറക്ടർ PS മാത്യു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG അനിത, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MG കണ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ P വിജയമ്മ, ശോശാമ്മ തോമസ്, ശാന്തി P നായർ, R അജയകുമാർ, കോയിപ്രം ബ്ലോക്ക് പ്രസിഡന്റ് അന്നപൂർണ ദേവി, പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TP സീനാകുമാരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MG ഉത്തമൻ, ലാലു തോമസ്, ലീലാമൻ നൈനൻ, AEO റോസ് P മാത്യു തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. സിറ്റി ന്യൂസ് റാന്നി. പാട്ടിന് രാജഹംസം ജില്ലാ സ്കൂൾ കലോത്സവ വേദിയിലെത്തി. രാജഹംസമേ എന്ന് തുടങ്ങുന്ന തനിക്ക് ഏറെ പ്രിയപ്പെട്ടതും ജനലക്ഷങ്ങൾ ഹൃദയത്തിൽ സ്വീകരിച്ചതുമായ ഗാനം ആലപിച്ചപ്പോൾ സദസ്സ് ഒന്നാകെ ഹർഷാരവങ്ങൾ മുഴക്കി ചന്ദ്രലേഖയെ ഒരിക്കൽ കൂടി സ്വീകരിച്ചു. കലോത്സവ വേദിയിലെ ശ്രദ്ധാകേന്ദ്രമായിരുന്നു പ്രശസ്ത പിന്നണി ഗായിക ചന്ദ്രലേഖ. തന്റെ സ്കൂൾ പഠനകാലത്ത് കലോത്സവ വേദികളിൽ പാടിയ അനുഭവങ്ങൾ പുതുതലമുറയ്ക്കായി അവർ പങ്കുവച്ചു. എനിക്ക് ആദ്യമായി സബ് ജില്ലാ കലോത്സവത്തിന് മുമ്പായിട്ട് നമ്മുടെ സ്കൂളിലെ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് എനിക്ക് പ്രോത്സാഹനം തന്ന എൻ്റെ LP സ്കൂളിലെ പ്രഥമ അധ്യാപകനായ കൃഷ്ണൻകുട്ടി സാറിനെ ഞാൻ സ്മരിക്കുന്നു ഈ നിമിഷത്തിൽ. അദ്ദേഹമാണ് എനിക്ക് ഹാർമോണിയം വെച്ച് പാട്ട് എന്നെ പഠിപ്പിച്ച് എനിക്ക് ആദ്യമായി സബ് ജില്ലാ കലോത്സവത്തിൽ പാടാൻ, എനിക്ക് കോമ്പറ്റീഷനിൽ പാടാൻ എനിക്ക് പ്രോത്സാഹനം തന്നത്. ഒരുപാട് സബ് ജില്ലാ കലോത്സവത്തിനും ജില്ലാ കലോത്സവത്തിനും അവിടെ വരെ പോയിട്ടുള്ളൂ, കോമ്പറ്റീഷന് പങ്കെടുത്തിട്ടുള്ളൂ. അതിനപ്പുറമുള്ള കഴിവില്ല എനിക്ക്. മറ്റ് സ്കൂളുകളിലേക്ക് പോകുന്ന ജില്ലാ കലോത്സവത്തിന് കോമ്പറ്റീഷന് പോകുന്ന ആ നിമിഷം ഞാൻ ഓർക്കുന്നു വളരെ അഭിമാനത്തോടെ. എൻ്റെ അധ്യാപകർ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്നെ ഗായികയാക്കിയ രാജഹംസമേ എന്ന ഗാനം വേദിയിൽ പാടിയപ്പോൾ സദസ്യർ ഒന്നടങ്കം അത് ഏറ്റുവാങ്ങി.
സിറ്റി ന്യൂസ് റാന്നി. റാന്നി ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ 4ാമത് ചലച്ചിത്രമേളയ്ക്ക് തുടക്കമായി. പ്രദർശനങ്ങളുടെ ഉദ്ഘാടന ദിവസമായ തിങ്കളാഴ്ച രാവിലെ നിരവധി സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ നേടിയ 101 ചോദ്യങ്ങൾ എന്ന സിനിമയുടെ പ്രദർശനം നടന്നു. ഈ സിനിമയിലൂടെ ബാലനടനുള്ള സംസ്ഥാന ദേശീയ അവാർഡ് ജേതാവ് മിനോണും ചിത്രത്തിന്റെ നിർമ്മാതാവ് തോമസ് കോട്ടയ്ക്കകവും പ്രദർശനത്തോടനുബന്ധിച്ച് മുഖ്യാതിഥികളായി പങ്കെടുത്തു. റാന്നി ഫാസിന്റെ ആഭിമുഖ്യത്തിലുള്ള 4ാമത് അന്തർദേശീയ ചലച്ചിത്രമേള ആരംഭിച്ചു. രാവിലെ 11:30 സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ച 101 ചോദ്യങ്ങൾ എന്ന സിദ്ധാർത്ഥ ശിവയുടെ സിനിമ പ്രദർശിപ്പിച്ചു. ഈ സിനിമയിൽ അഭിനയിച്ചതിന് ബാലതാരത്തിനുള്ള സംസ്ഥാന ദേശീയ ഫിലിം അവാർഡ് നേടിയ മിനോൺ, ചിത്രത്തിന്റെ നിർമ്മാതാവ് തോമസ് കോട്ടയ്ക്കകം എന്നിവർ പ്രദർശനത്തിന് എത്തിയിരുന്നു. പ്രദർശനത്തിന് മുമ്പായി മിനോണിനെയും തോമസ് കോട്ടയ്ക്കത്തിനെയും ഫാസ് പൊന്നാടി അണിയിച്ചും ഉപഹാരങ്ങൾ നൽകിയും ആദരിച്ചു. തുടർന്നായിരുന്നു 101 ചോദ്യങ്ങൾ നിറഞ്ഞ സദസ്സിന് മുമ്പാകെ പ്രദർശിപ്പിച്ചത്. ചിത്രപ്രദർശനം കാണാനെത്തും മുമ്പ് മിനോൺ സിറ്റി ടിവിയിൽ ഇത്തിരി നേരം ചിലവഴിച്ചു. ആ സമയത്ത് മിനോണുമായുള്ള അഭിമുഖത്തിൽ നിന്ന് അല്പം. ജനങ്ങളുമായി സംവദിക്കാനുള്ള മാധ്യമം സിനിമയെക്കാളും നല്ലത് നാടകമാണെന്നുള്ള പക്ഷക്കാരനാണ് മിനോൺ. ഈ നാടകം എന്ന് പറയുമ്പോൾ തിയേറ്റർ എന്നുള്ള സങ്കല്പം, തിയേറ്റർ നാടകങ്ങളെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. തിയേറ്റർ ആ സങ്കല്പത്തിൽ രണ്ടും എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം എന്താ പറയുക, ഓപ്പൺ ഏരിയയിലും എന്താ പറയുക, ഈ വഴിയോർക്കും വെച്ചൊക്കെ നടക്കുന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. തെരുവ് നാടകം ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് ഒരിക്കലും നമ്മുടെ കഴിവ് മുഴുവനായിട്ട് ആവശ്യമില്ല. തിയേറ്റർ നാടകങ്ങളോട് മിനോണിന് വല്ലാത്ത ഒരു ആവേശമാണ്. നാടകം അരങ്ങൊഴിയുന്നു എന്ന് പറയുന്നതിനോട് മിനോണിന് യോജിപ്പില്ല. ഇപ്പോഴും നാടകങ്ങൾ കാണാൻ നിറഞ്ഞ സദസ്സാണെന്നാണ് മിനോണിന്റെ പക്ഷം. അതാണ് ചിലർ നാടകം ചെയ്തിട്ട് സിനിമയിലോട്ട് വരുമ്പോൾ നമുക്ക് സിനിമ ചെയ്തിട്ട് നാടകത്തിലോട്ട് പോകും. ഇപ്പോഴല്ല, എനിക്ക് കുറച്ച് നാളായിട്ട് തുടങ്ങിയ നാടകങ്ങൾ തിരിച്ചുവരവ് നടന്നുകൊണ്ടിരിക്കുന്നു. നാടകത്തിന് ഇപ്പോൾ തീർച്ചയായും നല്ല ആളുകളുണ്ട്, നല്ല കാഴ്ചക്കാരുണ്ട്, നല്ല നിരൂപകരുണ്ട്. ഇപ്പം എന്താ പറയുക, ഇപ്പം ഞാൻ കഴിയുന്ന ഇപ്പോൾ മിക്ക പരിപാടികളും എൻ്റെ പരിപാടികൾക്ക് ശേഷം നാടകമൊക്കെ നടക്കാറുണ്ട്. നിറഞ്ഞ ഇപ്പം പരിപാടി തുടങ്ങുമ്പോൾ ആൾ കുറവായിരിക്കും, നാടകമാകുമ്പോഴേക്കും ആളിന് കൂടിക്കൂടി വരുന്ന സാഹചര്യം ഉണ്ടായി വരുന്നുണ്ട്. വിദ്യാഭ്യാസ രീതികളെക്കുറിച്ച് മിനോണിന് അവൻ്റേതായ കാഴ്ചപ്പാടുണ്ട്. 2 പുതിയ സിനിമകളിൽ കൂടി മിനോൺ ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. സിനിമയിൽ സെലക്റ്റീവ് ആവുകയാണ് ഈ കൊച്ചുമിടുക്കൻ. നല്ല കഥാപാത്രങ്ങൾ കൈവന്നാൽ അത് സ്വീകരിക്കും. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മിനോൺ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. ഈ 2 അവാർഡുകളും മിനോൺ നേടിക്കഴിഞ്ഞപ്പോൾ മിനോണ് ഒട്ടൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. ഇനിയും മിനോണിൻ്റെ ആ ഒരു മുന്നോട്ടുള്ള സിനിമയിൽ ഉള്ള പ്രവർത്തനം എന്തൊക്കെയാണ്, ഇപ്പോൾ നിലവിലുള്ള പ്രോജക്റ്റുകൾ? ഇപ്പോൾ 2 സിനിമകളും കൂടെ ചെയ്തു. ബാക്ക് ടു ലൈഫ് എന്നും നമ്മോടെന്നും പറഞ്ഞുള്ള 2 സിനിമകൾ. അതിലെ ബാക്ക് ടു ലൈഫ് 70% ഗ്രാഫിക്സ് ഒക്കെ ആയിട്ടുള്ളൊരു സിനിമയാണ്. മിക്കവാറും 3D ആയിരിക്കും. വായന ഏറെ ഇഷ്ടപ്പെടുന്ന മിനോണിന് സൂര്യന് കീഴിൽ ഭൂമിക്ക് മുകളിലുള്ള ഏതാണ്ട് ഒട്ടുമിക്കാലും കാര്യങ്ങൾ അറിയാം. അതെല്ലാം വായനയിലൂടെയും തൻ്റെ സഞ്ചാരങ്ങളിലും വീണുകിട്ടുന്ന അറിവാണെന്നാണ് മിനോൺ പറയുന്നത്. വായന മിനോണിന് എത്രമാത്രം മിനോണിൻ്റെ ഈ യുവ കാര്യങ്ങളിൽ മിനോണിന് പ്രയോജനപ്പെടുന്നു? വായനയാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ സ്കൂളിൽ പോകാതെ പഠിക്കുന്ന ഒരാളാണ്. സ്കൂളിൽ പോകാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിനെതിരായി പ്രവർത്തിച്ച് അങ്ങനെയുള്ളൊരു ഈ രീതിയിലാണ് ഇപ്പം എന്നെ ആൾക്കാർ കൂടുതലായും കാണുന്നത്. അത് തെറ്റാണ്. നേരെ മറിച്ച് സ്കൂളെന്ന് പറയുന്നൊരു സാധനം ഇവിടെ നിലനിൽക്കണം. അതിനോട് ചേരുന്ന കുറേ തലകൾ ഇവിടെ ഉണ്ട്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. ഈ കൊച്ചു തലയ്ക്കുള്ളിൽ ഒത്തിരി വലിയ കാര്യങ്ങൾ, ഏതൊരു അക്കാദമിക് അറിവുകളെക്കാളും ഉപരി പ്രായോഗിക പരിജ്ഞാനം, അതാണ് മിനോണിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. സിറ്റി ന്യൂസ് റാന്നി. ഇടവേള. മഴവില്ലിന്റെ ചാരുതയിൽ വർണ്ണവിസ്മയം തീർക്കുവാൻ അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഫോട്ടോഗ്രാഫിയുടെ മാസ്മരിക സ്പർശം വെൽസൺ സ്റ്റുഡിയോ.
അത്യാധുനിക മെഷീനിലുള്ള ലേസർ പ്രിന്റിംഗ്. കാർഡുകൾ, ക്ഷണക്കത്തുകൾ, വിവിധ പോസ്റ്ററുകൾ എന്നിവ ഡിസൈൻ ചെയ്ത് മണിക്കൂറുകൾക്കകം പ്രിന്റ് നൽകുന്നു. വിൽസൺ സ്റ്റുഡിയോ. വിവാഹ ആൽബം, വീഡിയോ എന്നിവ പ്രത്യേക പാക്കേജിൽ. വിൽസൺ സ്റ്റുഡിയോ, റാന്നി. വാർത്തകൾ തുടരുന്നു. താലൂക്ക് വികസന സമിതിയുടെ പ്രത്യേക അവലോകന യോഗം ആന്റണി എംപിയുടെ സാന്നിധ്യത്തിൽ നടന്നു. മകരവിളക്കിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങളെക്കുറിച്ച് യോഗം വിലയിരുത്തി. മകരവിളക്കിനോടനുബന്ധിച്ച് റാന്നിയിൽ ഒരുക്കേണ്ട മുന്നൊരുക്കങ്ങളെക്കുറിച്ച് ആന്റണി എംപിയുടെ സാന്നിധ്യത്തിൽ റാന്നി താലൂക്ക് വികസന സമിതിയുടെ പ്രത്യേക അവലോകന യോഗം റാന്നി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. പരമ്പരാഗത തിരുവാഭരണ പാതയിൽ എടപ്പാവൂർ പേരുച്ചാലിൽ നിർമ്മിക്കുന്ന താൽക്കാലിക പാലത്തിന്റെ പണികൾ 3 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകി. പേങ്ങാട്ടുകടവ് പാലത്തിന്റെ നിർമ്മാണം അടുത്ത ശബരിമല തീർത്ഥാടന കാലത്തിന് മുൻപായി പൂർത്തീകരിക്കുവാൻ തീരുമാനമായി. പരമ്പരാഗത തിരുവാഭരണ പാതയായ അട്ടത്തോട് വെള്ളിമല ഭാഗം ഫോറസ്റ്റ് ഡിവിഷന്റെ മേൽനോട്ടത്തിൽ തെളിച്ചു നൽകി തിരുവാഭരണ ഘോഷയാത്ര കടന്നുപോകുവാൻ സൗകര്യം ഒരുക്കും. മകരജ്യോതി ദർശിക്കുവാൻ കഴിയുന്ന കൊല്ലമുളയിലെ അയ്യപ്പൻമല, നെല്ലിമല എന്നിവിടങ്ങളിലും എടപ്പാവൂർ, പേരുച്ചാൽ, പുതിയകാവ് എന്നിവിടങ്ങളിലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അസ്കാലൈറ്റുകൾ സ്ഥാപിക്കും. ചെറുകോൾ, വാഴക്കുന്നം, അയിരൂർ, പുതിയകാവ്, പേരൂർച്ചാൽ, ആയിക്കൽ തുടങ്ങിയ പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ കുടിവെള്ളം എത്തിക്കുവാനുള്ള സൗകര്യമൊരുക്കുവാനും പ്രത്യേക അവലോകന യോഗത്തിൽ തീരുമാനമായി. ആന്റണി എംപിക്ക് പുറമെ ആർഡിഒ ഗോപകുമാർ, തഹസീൽദാർ പി അജന്തകുമാരി, റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെന്നി പുത്തമ്പറമ്പിൽ, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, താലൂക്ക് വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങനെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ഈ ഫുഡ് പാക്കറ്റ് ഉടനെ സാമ്പിളാക്കി നമ്മൾ എടുത്തതിന് ശേഷം ഇത് വെച്ച് കേസ് രജിസ്റ്റർ ചെയ്യണം. നമുക്ക് അങ്ങനെയുള്ള ഇതിൽ നമുക്ക് വളരെയധികം പ്രായോഗിക വൈഷമ്യം. പിന്നെ ഇങ്ങനെയുള്ള ഏതെങ്കിലും കടകൾ ചൂണ്ടിക്കാണിച്ചതാണെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ സ്ക്വാഡ് പോയി പരിശോധിച്ചിട്ട് പണിഷ്മെന്റ് ഇമ്പോസ് ചെയ്യും. അങ്ങനെ നമുക്ക് ചെയ്യും. ഭയങ്കര കണക്ടിവിറ്റിയാണ്. അവിടെ വരുമ്പോൾ തന്നെ ഇവിടുത്തെ യൂസ് അതാണ് വലിയ പ്രശ്നം. നമുക്ക് അങ്ങനെ 3-4 സ്ഥലത്തായിട്ട് പോയി ഒരു സഡനായിട്ട് പോയി പിടിച്ചു കഴിഞ്ഞാൽ 4 സ്ഥലത്ത് ഒരേ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് 3-4 സ്ഥലത്ത് പിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ സ്ക്വാഡ് വിഭജിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷാരംഭത്തിന്റെ ഭാഗമായി കോളേജിൽ ജൂബിലി പതാക ഉയർത്തി. കോളേജ് മാനേജർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കൽ ജൂബിലി പതാക ഉയർത്തി. റാന്നി സെന്റ് തോമസ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കോളേജ് അങ്കണത്തിൽ ജൂബിലി പതാക ഉയർത്തി. സെന്റ് തോമസ് കോളേജ് മാനേജർ ഷെവലിയർ പ്രൊഫസർ പ്രസാദ് ജോസഫ് കോയിക്കലാണ് പതാക ഉയർത്തിയത്. ജൂലൈ 7-ാം തീയതി ക്ലാസുകൾ ആരംഭിച്ച് 1968 അപ്ഗ്രേഡ് ചെയ്ത റാന്നി സെന്റ് തോമസ് കോളേജ് 50-ാം വയസ്സിലേക്ക് പ്രവേശിച്ച് സുവർണ ജൂബിലി ആഘോഷിക്കുകയാണ്. 1 വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കമാണ് ഇന്നിവിടെ നടക്കുവാൻ പോകുന്നത്. അതോടനുബന്ധിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന വിവിധങ്ങളായ പരിപാടികളും പദ്ധതികളും മാനേജ്മെന്റും അധ്യാപകരും വിദ്യാർത്ഥികളും എല്ലാവരുമായി ആലോചിച്ച് ക്രമീകരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. റാന്നി സെന്റ് തോമസ് വലിയ പള്ളി വികാരി ഫാദർ പ്രസാദ് കുരുവിള കോവൂർ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എബ്രഹാം ബി കുര്യാക്കോ, സെക്രട്ടറി പ്രൊഫസർ പി കെ ഉണ്ണിട്ടൻ, ട്രസ്റ്റി തമ്പി വാഴക്കൻ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ ആലിച്ച് നാറുന്നിൽ, കെ പി എബ്രഹാം, തോമസ് കെ എബ്രഹാം, പ്രൊഫസർ സന്തോഷ് കെ തോമസ്, പ്രൊഫസർ എം സി കോര തുടങ്ങിയവർ പങ്കെടുത്തു. സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, സ്വീകാര്യമായ സ്തുതിയും സ്തോത്രവും നന്ദി ഹൃദയത്തോടെ അർപ്പിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ശുദ്ധീകരിക്കണമേ. പിതാവാം ദൈവമേ, നീ ഞങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമാകുന്നു. അതുകൊണ്ട് നിന്നെ ഞങ്ങൾ വന്നിരിക്കുന്നു. നശിയാപുരാനെ, നീ ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷിതാവുമായ ഞങ്ങൾ നിന്നെ. സന്തോഷത്തിൻ്റെ അലകൾ ഇങ്ങനെ അലമുട്ടുന്ന ഈ അവസരത്തിൽ
50ാം പിറന്നാൾ ആഘോഷിക്കുന്ന നമ്മുടെ കോളേജിന് സമുചിതമായ ഒരു ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടത് നമ്മുടെ കോളേജിലെ അധ്യാപകരുടെയും അല്ലെങ്കിൽ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെയും ആവശ്യമാണെന്ന് മനസ്സിലാക്കി മാനേജ്മെൻറ്റ് സഹകരണത്തോടെ മാനേജ്മെൻറ്റ് നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഒരു വർഷം നടക്കുന്ന പരിപാടികളാണ് ഇവിടെ നമ്മൾ തുടങ്ങി വെക്കുന്നത്. ഈ പ്രസ്ഥാനം തുടങ്ങി വെച്ച് ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന ഇത് സഹകരിച്ചിരിക്കുന്ന എല്ലാവരെയും ഒരു വാക്കിൽ ഞാൻ സ്മരിക്കുകയാണ്. സുവർണ ജൂബിലിയോട് അനുബന്ധിച്ച് പുറത്തിറക്കിയ ജൂബിലി ഗാനത്തിന്റെ ആലാപനവും നടന്നു. സിറ്റി ന്യൂസ് റാന്നി. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ പിറന്ന ജെയിംസ് ബോണ്ട എന്ന ഹ്രസ്വചിത്രം ശ്രദ്ധേയമാകുന്നു. ഒരു യുവാവിന്റെ ജീവിതത്തിലുണ്ടാകുന്ന അപ്രതീക്ഷിത സംഭവങ്ങളാണ് ചിത്രത്തിന്റെ ആധാരം. റാന്നി സെന്റ് തോമസ് കോളേജിലെ ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് 7 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിന്റെ അണിയറയിലുള്ളത്. കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥികളായ ഷിൻഡോൺ ഷാജി, ജുബിൻ വർഗീസ് എന്നിവരാണ് ചിത്രം അണിയിച്ചൊരുക്കിയത്. ഒരു യുവാവിന് ഒരു ദിവസം വന്നു ചേരുന്ന സൗഭാഗ്യവും അതിന്റെ പേരിൽ ഉണ്ടാകുന്ന കോംപ്ലക്സുകളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ ഷിൻഡോൺ ഷാജി. ഒരു ടീനേജിലെ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഒരു കോംപ്ലക്സിനെ പറ്റിയാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത്. ടീനേജ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു 7 മിനിറ്റ് ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ലാത്തൊരു കാര്യമാണ്. എങ്കിൽ പോലും ഞങ്ങളൊരു ശ്രമം നടത്തുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഡെബ്യൂട്ട് ഫിലിമാണ്. ഒരു ടീനേജിലൊരു വ്യക്തിക്ക് ഒരു ദിവസം കൊണ്ടായ ഒരു സൗഭാഗ്യം, അതിലൂടെ ഉണ്ടാകുന്ന ഒരു കോംപ്ലക്സിനെ അയാൾ എങ്ങനെ അത് ബ്രേക്കപ്പ് ആകുന്നു, ആ ഒരു കോംപ്ലക്സിനെയാണ് ഞങ്ങൾ ഈ ജെയിംസ് ബോണ്ടയിലൂടെ ചിത്രം. ജെയിംസ് ബോണ്ട എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രം പക്ഷേ ഹോളിവുഡ് സിനിമയുമായി യാതൊരു ബന്ധവുമില്ല. പേരിനെ കുറിച്ച് ചിത്രത്തിന്റെ സംവിധായകന്റെ വാക്കുകളിലേക്ക്. ജെയിംസ് ബോണ്ട അതൊരു ക്യാപ്ച്ചിങ് നെയിം തന്നെയാണ്. കാരണം ജെയിംസ് ബോണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വിശ്വവിഖ്യാതമായ സിനിമയുടെ ഒരു ടൈറ്റിൽ തന്നെയാണ്. നമ്മുടെ ഈ കഥാപാത്രത്തിന്റെ പേര് ജെയിംസ് എന്നാണ്. ഇതിൽ 2 കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് ജെയിംസ്, പിന്നൊന്ന് ബോണ്ട. അങ്ങനെയാണ് ഈ കഥയ്ക്ക് ജെയിംസ് ബോണ്ട എന്ന പേര് വന്നത്. മനുഷ്യർക്കുണ്ടാകുന്ന കോംപ്ലക്സുകൾ സ്വാഭാവികമാണെന്നും അതിന് യാതൊരു അർത്ഥവുമില്ലെന്നും ചിത്രത്തിലൂടെ വരച്ചു കാട്ടുന്നു. ഹലോ, അകത്തോട്ടിരിക്കേട്ടോ. ആരെങ്കിലും കാണാനുണ്ടോ? ഒന്ന് നോക്കിയേക്കാം. കുറച്ച് പേരുണ്ട്. വേടാ, ഒരു ബോണ്ട കിട്ടൂ. ചുങ്കപ്പാറ സ്വദേശി ജെറിൻ ആന്റണി, റാന്നി സ്വദേശിനി പ്രിയങ്ക എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. എടോ ജെയിംസേ, പോയി പെട്രോൾ അടിച്ചിട്ട് വാടാ.
ജെയിംസ് ബോണ്ട്. റാന്നിയിലും പരിസര പ്രദേശങ്ങളിലുമായി 1 മാസം കൊണ്ടാണ് ഇതിന്റെ ചിത്രീകരണം പൂർത്തീകരിച്ചത്. ഇതിനോടകം ശ്രദ്ധ നേടിയ ഈ ഹ്രസ്വചിത്രം റാന്നിയിൽ നടന്നുവരുന്ന ചലച്ചിത്രമേളകൾ ഉൾപ്പെടെയുള്ള മേളകളിൽ പ്രദർശിപ്പിച്ചു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ചിത്രം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തന്റെ കന്നിച്ചിത്രം നൽകി വിജയത്തെ തുടർന്ന് പ്രണയം എന്ന വിഷയത്തെ ആസ്പദമാക്കിയെടുക്കുന്ന അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലാണ് ഈ യുവ കലാകാരന്മാർ. ഞങ്ങളുടെ അടുത്ത ഒരു ആഗ്രഹം എന്ന് പറയുന്നത് മുമ്പേ തന്നെ പറയുകയാണ്, ഒരു പ്രണയത്തെ പറ്റി ഒരു ചിത്രം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഉൾപ്പെടുന്നുണ്ട്. ജിമിന് വേണ്ടി ഞാൻ ആശംസകൾ നേരുകയാണ്. അതിൻ്റെ നല്ലൊരു കഥ ഉരുത്തിരിഞ്ഞു വരുന്നതിന് വേണ്ടി. സിറ്റി ന്യൂസ് റാന്നി. ഇടവേള. വാർത്തകൾ തുടരുന്നു. റാന്നി ഇൻഫന്റ് ജീസസ് ഫെറോന പള്ളിയിൽ നടന്നു വന്ന ഉണ്ണി മിശിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെയും സംയുക്ത പെരുന്നാൾ ആഘോഷത്തിന് സമാപനമായി. പെരുന്നാളിനോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകുന്നേരം ടൗൺ ചുറ്റി നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. റാന്നി ഇൻഫന്റ് ജീസസ് ഫെറോന പള്ളിയിൽ ഡിസംബർ 29 മുതൽ നടന്നു വന്ന ഉണ്ണിമിശിഹായുടെയും പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങൾക്ക് തിങ്കളാഴ്ച സമാപനമായി. പെരുന്നാളിനോടനുബന്ധിച്ച് ഞായറാഴ്ച വൈകിട്ട് ടൗൺ ചുറ്റി നടന്ന പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. ബാൻഡ് മേളം, ചെണ്ടമേളം, പ്ലോട്ടുകൾ തുടങ്ങിയവ പ്രദക്ഷിണത്തിന് മാറ്റുകൂട്ടി. റവറൻഡ് ഫാദർ മാർട്ടിൻ വെള്ളിയാങ്കുളം പ്രസംഗിച്ചു. തുടർന്ന് ശിങ്കാരിമേളം, സ്നേഹവിരുന്ന്, ആകാശവിസ്മയം എന്നിവയും നടന്നു. തിങ്കളാഴ്ച രാവിലെ 4:30 നടന്ന പരിശുദ്ധ കുർബാനയ്ക്ക് റവറൻഡ് ഫാദർ ആന്റണി കോട്ടൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സിറ്റി ന്യൂസ് റാന്നി. നിര്യാതരായി. റാന്നി കരിങ്കുറ്റി വലിയ വീട്ടിൽ പരേതനായ ഭാസ്കരനാചാര്യയുടെ ഭാര്യ ലക്ഷ്മിക്കുട്ടിയമ്മ നിര്യാതയായി. 74 വയസ്സായിരുന്നു. സംസ്കാരം 7-ാം തീയതി ചൊവ്വാഴ്ച 12 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. TB രാജശേഖരൻ, പ്രസാദ്, രഘു, ശോഭ, ഗീത, അമ്പിളി, പ്രദീപ് എന്നിവർ മക്കളും, സുജാത, വത്സല, അമ്പിളി, പ്രസാദ്, വിനയൻ, ദിനേശൻ എന്നിവർ മരുമക്കളുമാണ്.
റാന്നി ബ്ലോക്ക് ഓഫീസ് റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ തോട്ടമൺ കുന്നത്തേത്ത് KO ഉണ്ണി നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം 7-ാം തീയതി ചൊവ്വാഴ്ച 11 മണിക്ക് റാന്നി സെന്റ് തോമസ് വലിയ പള്ളിയിൽ നടക്കും. ലീലാമ, പരേതരായ അവറാച്ചൻ, ഉതുപ്പാൻ, കുര്യാക്കോസ് എന്നിവർ സഹോദരങ്ങളാണ്. റാന്നി ചേത്തക്കിൽ നീറംബ്ലാക്കൽ NM ജോസഫ് രാജൻ നിര്യാതനായി. 67 വയസ്സായിരുന്നു. സംസ്കാരം 9-ാം തീയതി വ്യാഴാഴ്ച 11 മണിക്ക് മന്ദമരുതി ബഥേൽ മാർത്തോമ പള്ളിയിൽ നടക്കും. മക്കപ്പുഴ കണ്ണാടിക്കൽ കുടുംബാംഗം പരേതയായ ജോയ്സ് ജോസഫാണ് ഭാര്യ. സിബി, സിനി, സിന്ധു എന്നിവർ മക്കളും സിജി, ബെന്നി, സുനിൽ എന്നിവർ മരുമക്കളുമാണ്. റാന്നി നെല്ലിക്കമൺ തെക്കുംകോവിൽ പരേതനായ പത്മനാഭപിള്ളയുടെ ഭാര്യ കല്യാണിയമ്മ നിര്യാതയായി. 101 വയസ്സായിരുന്നു. സംസ്കാരം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ രാജപ്പൻ പിള്ള, സരോജിനിയമ്മ, ചന്ദ്രമതിയമ്മ, ശാന്തമ്മ, ലക്ഷ്മിയമ്മ, രാമകൃഷ്ണപിള്ള, ഗോപിനാഥപിള്ള, ശിവൻപിള്ള, ചന്ദ്രൻപിള്ള, വത്സമ്മ എന്നിവർ മക്കളും രമണിയമ്മാൾ, രാധാമണി, നിർമ്മലാചന്ദ്രൻ, രാധാമണി, മണിയമ്മ, ശിവരാമപിള്ള, ശ്രീധരൻപിള്ള, അർജുനൻപിള്ള, പരമേശ്വരൻപിള്ള, അരവിന്ദാക്ഷൻപിള്ള എന്നിവർ മരുമക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിനെതിരെ പ്രകോപിതനായി പിണറായി വിജയൻ. ദേശാഭിമാനി ഭൂമി വിൽപ്പന സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടതിനെതിരെയാണ് പിണറായി പ്രകോപിതനായത്. EFL നിയമം ഉമ്മൻ വി ഉമ്മൻ സമിതിയുടെ പരിഗണനാ വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ജില്ലാ സ്കൂൾ റവന്യൂ കലോത്സവത്തിന് വെണ്ണിക്കുളത്ത് തുടക്കമായി. രാജ്യസഭാ ഉപാധ്യക്ഷൻ പ്രൊഫസർ PJ കുര്യൻ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് വികസന സമിതിയുടെ പ്രത്യേക അവലോകന യോഗം നടന്നു. മകരവിളക്കിന് മുന്നൊരുക്കങ്ങളെക്കുറിച്ച് സമിതി വിലയിരുത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.